ബേസിക്കലി ഇപ്പോൾ 2 months നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് നമുക്ക് വർക്കൗട്ട് ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്ക് വന്നിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചെയ്യണം എന്തെങ്കിലും. ഒരു 30 to 41 days നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. നമുക്ക് എള്ളു ജ്യൂസ്, പീനട്ട് ജ്യൂസ്, ഡേറ്റ്സ് അങ്ങനെയൊക്കെ കഴിച്ചാൽ മതിയാവും. 3 ഫുഡ് കൊടുത്ത് കജാരി ചോറ് ഞങ്ങൾ റീസെൻ്റ്ലിയാണ് ഇവിടെ കഴിക്കാൻ തുടങ്ങിയത്. അത് മുമ്പ് ഞങ്ങൾ വൈറ്റ് റൈസ് ആണ്, ഉമ്മക്ക് പറ്റൂലായിരുന്നു. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 30 days ആയി നോമ്പോ. ഇന്നലെ ഈദായിരുന്നു. സോ ഇന്ന് എല്ലാവരും ടയർഡായ ഒരു ദിവസമായിരുന്നു. സോ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഐഡിയാസ് ഇല്ല. എന്താ വെച്ചാൽ കുട്ടിയെ ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ നമ്മൾ ഭയങ്കര ടയർഡായ ദിവസമാണ്. സോ ആണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ എവിടേക്ക് ഇന്ന് പോകുന്ന വേണ്ട, വീട്ടിൽ തന്നെ നിൽക്കുക എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈവനിങ് വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ പറഞ്ഞിട്ടാണ് ഒരു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ വ്ളോഗാനായിട്ട് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വരുന്ന സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഇന്നലെ ബിരിയാണി അതിന് 30 days അതൊക്കെ കഴിച്ചതാണ്. സോ ഇന്നൊരു സിമ്പിളായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് മാത്രമേ ഉള്ളൂ. സോ ഈ രാവിലെ വരെ ഉമ്മൻ്റെ മനസ്സ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. രാവിലെ വരെ ഇനി എവിടേക്കും പോകുന്ന വേണ്ട, വീട്ടിൽ തന്നെ നിൽക്കുക എന്നാണ് പറയുന്നത്. ഈവനിങ് ആകുമ്പോൾ ഉമ്മൻ്റെ മനസ്സ് ചേഞ്ച് ആവുമെന്നോ അറിയില്ല. ഉമ്മൻ്റെ മനസ്സ് ചേഞ്ച് ആവും നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും പുറത്ത് പോകും, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഈവനിങ് എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് എൻ്റെ ഫാമിലിക്ക്. സോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇന്നലത്തെ ബിരിയാണിൻ്റെ അമ്മാനിൻ്റെ പോർട്സിലെല്ലാം ലഭിച്ചത് രാവിലെ 10 മണിക്ക്. തിന്നെ ചോബി. തൂപ്പറ ചോബി. ഇത് ഉമ്മാൻ്റെ ഒരു പുതിയൊരു പരിപാടിയാണ്. ഇത് തിളപ്പിച്ചിട്ട് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിരിക്കും. ഇതാ നല്ല ചിക്കനിൻ്റെ ഈ കറി ഉണ്ടാക്കിക്കണം കേട്ടോ, വറുത്ത കറിയും പിന്നെ നല്ല കജാരി. അപ്പോൾ ഇന്നലെ ബിരിയാണി കഴിച്ചത് കൊണ്ട് ഇന്ന് അവസ്ഥ ഇതാണ് ബെറ്റർ എന്ന് തോന്നി. ഇത്രയല്ല കേട്ടോ, ഈ കറിയും വെജിറ്റബിൾ ഒന്നും ചെയ്തില്ല ഇന്ന്, അത് മതി എന്ന് തോന്നി. ഓരോരോ കറി നമ്മൾ ചോബിക്ക് ചോറും കജാരി ചോറും കറിയാണ് കേട്ടോ. ഒരു മൂന്നലങ്കന വടുപ്പല്ല ഇത് കഴിച്ചു ചോബി. ആരാണ് ബിർക്കാതെ കഴിക്കുന്നത് എനിക്ക് നോക്കണം, തായിടാതെ. ആരാ കഴിക്കുന്നതെന്ന് തായ് വരിക്കരുത് കേട്ടാ. വേറെ 3 ഫുഡ് കൊടുത്ത് കജാരി ചോറ് ഞങ്ങൾ റീസെൻ്റ്ലിയാണ് ഇവിടെ കഴിക്കാൻ തുടങ്ങിയത്. അത് മുമ്പ് ഞങ്ങൾ വൈറ്റ് റൈസ് ആണ്, ഉമ്മക്ക് പറ്റൂലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെഡ് റൈസ് കഴിക്കാൻ. അപ്പോൾ റെഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഉമ്മ വിചാരിച്ചു കജാരിയാണെന്ന് പറഞ്ഞതെന്ന്. എനിക്കറിയില്ല കേട്ടോ, കൺഫേം ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ കജാരി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കജാരി ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ കജാരി കഴിക്കൂല, വേസ്റ്റ് ആവുന്നുള്ളതാണ്. പക്ഷേ കൂടുതലായിട്ട് വൈറ്റ് റൈസിനാണ് കഴിച്ചത്. വൈറ്റ് റൈസ് ബോയിൽഡ് റൈസിനാണ് കഴിച്ചത്, ഈ കജാരി റൈസിലാണ് കേട്ടോ കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചത്. പിന്നെ എല്ലാ ഇതിലും ഒരു നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഞങ്ങളും ചൂസ് ചെയ്ത് ഓക്കെ ഇനി മുതൽ ഞങ്ങൾക്ക് കജാരി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഉച്ചത്തെ ലഞ്ചായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ കജാരി റൈസ്
വിത്ത് ചിക്കൻ കറിയാണ് കേട്ടോ. എല്ലാ കറിയും നല്ലോണം പിടിക്കുന്നു കേട്ടോ. ഞാൻ നോമ്പ് കാലത്ത് രാത്രി, അതായത് എനിക്ക് നോമ്പൊക്കെ കഴിച്ചിട്ട് ഓയിലി ഫുഡ് അത് ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് നാശമൊന്നും വേണ്ട ഗൈസ്. ഞാൻ അത്താഴത്തൊക്കെ കഴിച്ചത് ഈ കജേരി കഞ്ഞിയാണ്. കജേരി കഞ്ഞി എന്തെങ്കിലും വെജിറ്റബിൾസ് ആയിരുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫാനാണ് സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ കജേരി റൈസ്. ഞാനിപ്പോൾ ഈ കജേരി റൈസ് ഞാൻ ഡിമാർട്ടിലാണ് വാങ്ങിയത്. അപ്പോൾ ഇത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സെയിം ആണ് രണ്ടും. പക്ഷേ ഉമ്മ പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന്. എനിക്ക് ബോൾ റൈസിൻ്റെ പകരം റേറ്റ് കമ്പയർ ചെയ്തത് ഇത് കോസ്റ്റ്ലി ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിലൊന്നും യാതൊരു കെമിക്കൽസ് അതൊന്നുമില്ല എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉച്ചത്തെ ലഞ്ച് ഇതാണ്. ഈവനിങ് ടൈമിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, സ്നാക്സ് എന്തെങ്കിലും നോക്കണം. പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, റെഡ് റൈസ് ചോറും ഈ റെഡ് റൈസ് ചോറ് ഇഷ്ടമാണോ? പിന്നെ ഫസ്റ്റെല്ലാം കഴിച്ചില്ലായിരുന്നു? കഴിച്ചോ? ചോറ് വേണോ? മുള്ളാണോ? ഓക്കെ. ഹലോ, ഉലുവ, മല്ലി, പിന്നെ പുതിന, മിൻറ്റ് ലീവ്സ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എള്ളു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എള്ളു ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓൾറെഡി ഞാൻ നോമ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ. ഒക്കെ വാങ്ങിക്കണം. പിന്നെ ഞാൻ വന്നത് ഇവിടെ ജിം കേട്ടോ, നമ്മൾ നാട്ടിലുള്ള ജിമ്മിലാണ്. ഈ നോമ്പെല്ലാം തീരുന്നല്ല, അപ്പോൾ ഏട്ടത്ത് പറയുന്നത് ഭയങ്കര വെയിറ്റൊക്കെ കൂടിക്കണം ജിം പോയി പോന്ന്. അപ്പോൾ അവിടെ മോൾ ഓപ്പൺ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല കേട്ടോ, ഒന്ന് പോയിട്ട് നോക്കാമായിരുന്നു. ഈവനിങ് ടൈം ഓപ്പൺ ഉണ്ടോന്ന്. ഓപ്പൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ രാവിലെ വരാമെന്ന് ഞാൻ പ്ലാൻ ആക്കുന്നത്. ആൾക്കാരുണ്ടോ ഇല്ലെന്ന് ഞാൻ അറിയില്ല. നോക്കട്ടെ. ഇപ്പോൾ ജിമ്മ് നിർബന്ധമായിട്ട് ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ എന്താ വെച്ചാൽ വെയിറ്റും കൂടി കൺട്രോൾ തെറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പോൾ ലോങ്ങൊക്കെ പോയിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം, അതായത് കുട്ടികൾക്ക് സ്കൂൾ ലീവ് കിട്ടുന്നവരെ തൽക്കാലം ഇവിടെ തന്നെ ജോയിൻ ആവാന്ന്. പിന്നെ ഇവിടുത്തെ മന്ത്ലി ചാർജ് അഫോർഡബിൾ ആണ് കേട്ടോ. സോ ഫസ്റ്റ് 800 ആണിത്, പിന്നെ 600. അപ്പോൾ ഞാൻ പോകുന്നത് മാംഗ്ലൂരിൽ അത്യാവശ്യം ഒഫീഷ്യലായിട്ടുള്ളൊരു ജിമ്മാണ്. അതിലുള്ളത് 2200 ആണ്. പിന്നെ തൽക്കാലം ഇപ്പോൾ 2 months നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് നമുക്ക് വർക്കൗട്ട് ഒന്നും എടുക്കുന്ന കാര്യമല്ല. അപ്പോൾ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്ക് വന്നിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചെയ്യണം എന്തെങ്കിലും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ജിമ്മ് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇതുണ്ടാക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കട്ടിപ്പാണ് എടുത്തിട്ടുള്ളത്. വയറുവേദന വന്നിട്ടുള്ള പീരിയഡ്സ് ടൈമിലൊക്കെ ഈ പീരിയഡ്സ് ആവുന്ന മുമ്പാണ്, ആശേഷമല്ല, ആവുന്ന മുമ്പ് നമ്മൾ ഈ എല്ലിൻ്റെ ജ്യൂസ് കഴിച്ചാറുണ്ടല്ലോ. നമുക്ക് പീരിയഡ്സിൻ്റെ
മിൻറ്റ് ലീവ്സിനുണ്ടല്ലോ, മിൻറ്റ് ലീവ്സ് വെള്ളത്തിലിട്ട് വെച്ചത് ഒരു ഗ്ലാസിൻ്റെ ഇതിൽ നല്ല രസമല്ല. നമുക്ക് ഇവരും ജ്യൂസ് വയ്ക്കുക. നമ്മൾ മിൻറ്റിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുറച്ച് വെയിറ്റൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, രാത്രി പീനട്ട് ഉണ്ടല്ലോ, പീനട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഈ റാഗി ജ്യൂസ് ഈ എള്ളു ജ്യൂസിലേക്ക് പീനട്ടും ആഡ് ചെയ്തിട്ട് ജഗ്ഗരില്ലെങ്കിൽ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടല്ലോ, വെറും വയറ്റിൽ രാവിലെ കഴിച്ചാലുണ്ടല്ലോ വെയിറ്റ് വരെ കൂടും കേട്ടോ. എന്താ കണ്ടില്ല. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എള്ളു ജ്യൂസാണ് കേട്ടോ. സ്പെഷ്യൽ അല്ല, പക്ഷെ ഹെൽത്തി ജ്യൂസാണിത്. ഞാനിത് കുടിക്കുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ചില കുട്ടികൾ എള്ളു ജ്യൂസ് കുടിക്കാറില്ല. അവർക്ക് വറുത്തിട്ട്, അതായത് വൈറ്റിൻ്റെ കാട്ടി ബ്ലാക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് എല്ലോ, കറുത്തെല്ലോ ഉണ്ടല്ലോ, കറുത്തെല്ലോ വറുത്തിട്ട് കൽക്കാണ്ടിട്ടിട്ട് പൊടിച്ചിട്ട് കൊടുത്താറുണ്ടല്ലോ, കുട്ടികൾക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻസ് കുറവില്ല, പൊതുവെ വൈറ്റമിൻസ് കുറവുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും എള്ളു കഴിക്കുന്നത് നിർബന്ധമാണ്. പിന്നെ എള്ളു കഴിക്കുന്ന ആൾക്കാർക്ക് ഹെയർ ആവട്ടെ, സ്കിൻ ആവട്ടെ, യാതൊരു പിമ്പിൾസ് വരാതിരിക്കാൻ സഹായിക്കും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒരു 30 to 41 ഡേയ്സ് നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. നമുക്ക് എള്ളു ജ്യൂസ്, പീനട്ട് ജ്യൂസ്, ഡേറ്റ്സ് അങ്ങനെയൊക്കെ കഴിച്ചാൽ മതിയാവും. എനിക്ക് എന്ത് കഴിക്കുമ്പോൾ പേടിയാണ് വെയിറ്റ് കൂടുന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ജിമ്മിൽ പോയിട്ട് കാണിച്ചല്ലോ. ജിമ്മിൽ പോയാൽ എന്താ പ്രശ്നം വെച്ചാൽ വെയിറ്റ് മാനേജ് ചെയ്തിട്ടുണ്ടാവും. വീട്ടിൽ തന്നെ ഇരുന്നാൽ ഫുള്ള് ബോറടിക്കും. വറങ്ങ എനിക്ക് അത് മാത്രം 2 കാര്യം. ഫുഡ് തിന്നാൽ വറങ്ങ, വേറൊന്നും ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. ജിമ്മിൽ പോയാലും നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം, നമ്മളിതായ വർക്ക് ബിസി ഉണ്ടാവും. പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വരെ മൂഡില്ല, വറങ്ങി വെച്ചിട്ട് ലേസി ആവും നമ്മൾ വീട്ടിലിരുന്നാൽ. പിന്നെ എൻ്റെ ഈ വീട്ടിൽ നമ്മൾ മാറാണ് വേറെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ എമൗണ്ടിന് വേണ്ടി ഓരോ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഡിന്നർക്ക് ഇത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നുമില്ല വേണ്ട. വിശക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. പറയുന്നത് ഞാനൊന്നും അത്ര ഉഷാറൊന്നുമല്ല. എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ ഫിഷോ ചിക്കനോ ചോറോ കണ്ടാൽ എനിക്ക് കൺട്രോൾ തെറ്റി ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നോമ്പിൽ എങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഡബിൾ ഇരട്ടി ഞാൻ അത്താഴത്തും മോന്തിക്ക് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.